मेरे प्यारे बच्चों साइलम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, നാളെയാണ് നമ്മുടെ പരീക്ഷ. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കണം, നല്ല മാർക്ക് നേടണം. സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. വളരെ പ്രധാനപ്പെട്ട നമുക്ക് പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു പാഠഭാഗമാണ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ്. രണ്ടാമത്തെ യൂണിറ്റിലെ നമ്മുടെ ആദ്യത്തെ പാഠമാണ് ഹാജി കി കഹാനി. ഗീത് ചതുർവേദി എഴുതിയ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് അല്ലേ? അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു പ്രൊഫസറും ആ പ്രൊഫസറുടെ ഭാര്യയും അതേപോലെ ഒരു പട്ടിക്കുട്ടിയും ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഇതിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. എന്റെ മക്കൾ നോക്കിക്കോ. പ്രൊഫസർ യുഎനോ ഹാജി के साथ घर आया. उस दिन के प्रोफेसर और पत्नी के बीच का वार्तालाप तैयार करें. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ആ ചോദ്യം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. പ്രൊഫസർ യുഎനോ എന്ത് ചെയ്തു? ഹാജി കെ സാത്ത്. ഹാജി ആരാ? നമ്മുടെ പട്ടിക്കുട്ടിയാ. ആ ഹാജിയെ സാത്ത് അല്ലെ കൂടെ എടുത്തുകൊണ്ട് എങ്ങോട്ട് പോയടാ? ഗർ ആയ അല്ലെ വീട്ടിൽ എന്ത് ചെയ്തു? ആ വീട്ടിലേക്ക് വന്നു. ഉസ് ദിൻ അല്ലെ ആ ദിവസത്തെ പ്രൊഫസറും അദ്ദേഹത്തിന്റെ പത്നി അഥവാ ഭാര്യയും തമ്മിലുള്ള ആ വാർത്താലാപ് തയ്യാർക്കരെ സംഭാഷണം തയ്യാറാക്കുക എന്നാണ് നമ്മളോട് ചോദിക്കുക. സംഭാഷണം തയ്യാറാക്കുക. അപ്പൊ നമ്മൾ എത്തരത്തിൽ തയ്യാറാക്കും? വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ആ കോൺവെർസേഷൻ പൂർത്തീകരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത്തരത്തിൽ നമുക്ക് ലഘുവായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ സ്റ്റോർ ചെയ്യുന്ന രീതിയിലാണ് അൻസാർ ഈ നോട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ശ്രദ്ധിച്ചു നോക്കിക്കോ. പ്രൊഫസർ പറയാണ്, അരി ദേക്കോ. ആ എടി അല്ലെ നമ്മൾ വിളിക്കൂലേ, എടി നോക്കൂ അല്ലെ, ദേക്കോ എന്ന് പറഞ്ഞാല് നോക്കൂ. എന്താ പറഞ്ഞിട്ടുള്ളത്? എന്നിട്ട് പത്നി ക്യാ ജി, എന്താണ് ജി അല്ലെ, എന്താണ് ജി എന്ന് ചോദിക്കുക. ക്യാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, എന്ത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. എന്താ ജി? അപ്പൊ പ്രൊഫസർ പറയാ, ദേക്കോ നോക്കൂ, ഏക്ക് കുത്തേക്കാ പില്ല മില. ആ എന്താ പറഞ്ഞത്? ഏക്ക് ഒരു, കുത്തേക്കാ പില്ല അല്ലെ, കുത്തേക്കാ പില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിക്കുട്ടിയെ അല്ലെ, ഒരു പട്ടിക്കുട്ടിയെ അല്ലെ, പില്ല എന്ന് പറഞ്ഞാൽ പട്ടിയുടെ കുട്ടി, പട്ടിക്കുട്ടി അല്ലെ, പട്ടിക്കുട്ടി എന്ത് ചെയ്തു? മില ലഭിച്ചിട്ടുണ്ട്, ലഭിച്ചു എന്ന് പറയാണ് അല്ലെ. അപ്പൊ പത്നിക്ക് എന്ത് പറയാ? ക്യാ ഹേ ഇസ്കോ ചോടോ അല്ലെ. അപ്പൊ ആ ഭാര്യക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ക്യാ ഹേ എന്താണിത് അല്ലെ എന്നിട്ട് പറയാ, ഇതിനെ വിട്ടേക്കോ അല്ലെ. അപ്പൊ അതിനെ അറിയാം ഭാര്യക്ക് ആ പട്ടിക്കുട്ടിയെ കൊണ്ടുവന്നത് എന്ത് ചെയ്തിട്ടില്ല, ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ പ്രൊഫസർ പറയാ, യേ ഹേ അക്കീദ നസ്ൽ കാ ഹേ. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ പട്ടിക്കുട്ടിയുടെ ആ ഒരു പ്രാധാന്യം എന്താണ്, ആ പട്ടിക്കുട്ടിയുടെ ഒരു മഹിമ എന്ത് ചെയ്യാണ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊരു ജപ്പാനിലെ മുന്തിയ ഇനം ആണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ പത്നി പറയാണ്, അപ്പൊ ഭാര്യ പറയാ, ഇസ്കേ ഗലേ മേ ക്യാ ലിഖേ രഖാ ഹേ. എന്താ പറഞ്ഞേ? ഗലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തൊണ്ടയില്ലേ അല്ലെ, ഇതിന്റെ കഴുത്തിൽ എന്തോ ഉണ്ടല്ലോ അല്ലെ, കഴുത്തില് ക്യാ ലിഖേ രഖാ ഹേ, അതിലെന്തോ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ആ പട്ടിയുടെ ആ കഴുത്തിൽ എന്തുണ്ടായിരുന്നു? ആ ഒരു ബെൽറ്റ് പോലെ ഉണ്ടായിരുന്നു, അതിൽ എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ എഴുതിയതാണ് നമ്മളെ ഹെഡിങ്ങിലൂടെ ആ പേരിനെ പറയുന്നുണ്ട് നമുക്ക്. അപ്പൊ പ്രൊഫസറിന് അത് പറഞ്ഞു കൊടുക്കാണ്, ഹാജി അല്ലേ, അതെന്താന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അതിന്റെ അർത്ഥം എന്താണ് ഹാജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്നുള്ളത് ഇനി ഭാര്യക്ക് പറഞ്ഞു കൊടുക്കുക. ഭാഗ്യശാലി ഹേ, ഭാഗ്യശാലി എന്നാണ് എന്ന് ഭാര്യക്ക് പറഞ്ഞു കൊടുക്കുക. നീ ഭാഗ്യശാലി എന്നുള്ള അത് കേട്ടിട്ടെങ്കിലും ഭാര്യക്ക് ഇവിടെ നിർത്താൻ സമ്മതിച്ചോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പൊ പത്നി പറയാ, തും ഇസേ ചോട് കെ ആവോന. നിങ്ങൾ എന്താ ഈ കളിക്കണേ അല്ലെ, ഇതിനെ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യോ? ചോട് കെ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. ഇതിനെ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്തോ? ആവോന, ഉപേക്ഷിച്ചിട്ട് വരൂ എന്ന് എന്ത് ചെയ്യാണ് ഭാര്യ വളരെ കുറച്ചൊരു ദേഷ്യത്തോടു കൂടി പറയാണ്. പ്രൊഫസർ പറയാ, യഹേ ബേജാർ ഹേ അല്ലേ, ഇതെന്താണ്? ഒരു പാവമാണ്. ഹം ഇനെ പാല്, നമുക്കിതിനെ എന്ത് ചെയ്യാം? നമുക്കിതിനെ നോക്കാം അല്ലെ, നമുക്കിതിനെ എന്ത് ചെയ്യാം? നമുക്ക് രണ്ടാക്കും വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ. അപ്പൊ കുറഞ്ഞ് പണി ഉണ്ടെങ്കിൽ അതിന്റെ കൂടുതൽ നമുക്ക് ഇതിനെയും കൂടി നോക്കാം എന്ന് എന്ത് ചെയ്യാണ് പറയുകയാണ്. അപ്പൊ പത്നി എന്ത് പറയാം? ആപ്കാ മർജി, നിങ്ങളുടെ ഇഷ്ടം പോലെ അല്ലെ, അതായത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളൂ, എനിക്ക് അതിൽ വലിയ താല്പര്യമൊന്നും ഇല്ല എന്നുള്ള രൂപത്തിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തെങ്കിലും ചെയ്തോളൂ എന്നാണ് എന്ത് ചെയ്തത് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒരു ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങളൊരു കോൺവെർസേഷൻ നാളത്തെ പരീക്ഷയിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് മക്കളെ ഈ കോൺവെർസേഷന്റെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് കിട്ടും. വളരെ എളുപ്പത്തിൽ നമുക്ക് ആലോചിച്ച് ആ കഥ നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും.
ഓക്കെ അല്ലേ? അപ്പൊ ഇത്തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എഴുതുമെന്ന് എല്ലാ മക്കളും എന്ത് ചെയ്തോ നമ്മുടെ കമന്റ് ബോക്സിൽ അത് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതേപോലെ എഴുതും സാറേ എന്ന് പറഞ്ഞ് നമ്മുടെ ഫുട്ബോളിന്റെ ഇമോജി ഒക്കെ വന്നിട്ട്. അപ്പൊ എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക. എല്ലാവർക്കും വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.